ടോയ്ലറ്റ് തുറന്നു നൽകാത്തതിന് ഇന്ധനമടിക്കാനെത്തിയ വനിതയ്ക്ക് 1,60,50,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ വിധി. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിയായ അധ്യാപിക CL ജയകുമാരിയാണ് കമ്മീഷന് പരാതി നൽകിയത്. കോഴിക്കോട്ട് വെച്ചാണ് ജയകുമാരിക്ക് ദുരനുഭവം ഉണ്ടായത്. ജയകുമാരിക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. ജയകുമാരി നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് ജയകുമാരിക്ക് വേണ്ടി മാത്രമല്ല, സമാന അനുഭവം നേരിട്ട ഒരുപാട് പേർ ഉണ്ടാകാം. അവർക്കെല്ലാം പ്രചോദനമാകുന്ന ഒരു ഉത്തരവല്ലേ ഉണ്ടായിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സുജയ പറഞ്ഞത് 100% ശരിയാണ്. എല്ലാ വനിതകൾക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന് തന്നെ പറയാം. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനിയാണ് ഈ നിർണായകമായിട്ടുള്ള ഒരു വിധി പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നിന്നും നേടിയത്. കാസർകോട്ട് നിന്നും പത്തനംതിട്ടയിലേക്കുള്ള യാത്രാമധ്യേ കോഴിക്കോട് പയ്യോളിയിലെ ഒരു പെട്രോൾ പമ്പിൽ വെച്ചാണ് ഒരു ദുരനുഭവം ജയകുമാരിക്ക് ഉണ്ടായത്. നമ്മൾ കാറിൽ പെട്രോൾ അടിച്ചു, അതിനുശേഷം ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് ആ ജീവനക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരെന്താണ് മറുപടി നൽകിയത്? പെട്രോൾ അടിക്കുന്ന അതേ സമയം തന്നെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോവുകയും അവിടെ പൂട്ടി കിടക്കുന്നതായിട്ട് കണ്ടു. പമ്പിലെ ജീവനക്കാരോട് താക്കോൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് താക്കോൽ മാനേജറുടെ കയ്യിലാണ്. മാനേജർ ടോയ്ലറ്റിൻ്റെ താക്കോലുമായി പോയിരിക്കുകയാണ്. താക്കോൽ കയ്യിലില്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ലെന്നാണ് പറഞ്ഞത്. അവരങ്ങനെ നിരസിച്ചപ്പോൾ പിന്നെ എന്താണ് ചെയ്തത്? അപ്പോൾ അവിടെ കൊടുത്തിരുന്ന നമ്പർ, ഡീലറുടെ നമ്പർ, പിന്നെ മാനേജറുടെ നമ്പർ, അങ്ങനെ കുറേ നമ്പറുകൾ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ആ നമ്പറുകളിലെല്ലാം നമ്മൾ വിളിച്ചു. അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് നമുക്ക് പ്രതികരണം ഉണ്ടായില്ല, ആരും ഫോൺ എടുത്തില്ല. അപ്പോഴാണ് നമ്മൾ പോലീസിനെ വിളിക്കാൻ പയ്യോളി പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തിയോ അവിടെ? പിന്നീട് എന്താണ് സംഭവിച്ചത്? പോലീസ് എത്തി, അവരോട് മാന്യമായി തുറന്നു തരണമെന്ന് പറഞ്ഞു. അവർ തുറന്നു കൊടുത്തില്ല, താക്കോലില്ലെന്ന് പറഞ്ഞ് തുറന്നു കൊടുത്തില്ല. പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് തുറക്കുകയാണ് ചെയ്തത്. നാട്ടിലെത്തിയപ്പോൾ പിന്നീട് എന്തുകൊണ്ടാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കണമെന്ന് തോന്നിയത്? അവിടെ പോലീസുകാർ അവിടെ തുറന്നതിന് ശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം പോലീസാണ് നമ്മളോട് പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾക്കിത് കൺസ്യൂമർ കോർട്ടിലേക്ക് പോകാം, അങ്ങനെ നിങ്ങൾക്കിതിൻ്റെ നീതി തേടാനുള്ള വഴിയുണ്ടെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്, പോലീസാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പോകാനും ഇടയായി. മാഡം, ആ പമ്പിൽ വെച്ച് ഇങ്ങനൊരു ആവശ്യം, അതായത് ടോയ്ലറ്റ് ഉപയോഗിക്കണം, ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവിടെ ഇന്ധനം അടിക്കാൻ വന്ന മറ്റ് സ്ത്രീകൾക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായോ? ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വന്നിരുന്നു? അതെ, ഒരുപാട് സ്ത്രീകൾ വാഹനങ്ങൾ, 2 വീലറും 4 വീലറും ഒക്കെ വന്നിട്ട് ടോയ്ലറ്റിൻ്റെ അടുത്തേക്ക് വരികയും അടച്ചിട്ടിരിക്കുകയാണെന്ന് കണ്ട് അവരതിൽ നിന്ന് ഇറങ്ങാതെ തിരിച്ചു പോകുന്നതും കണ്ടു. അപ്പോഴും നമുക്ക് ഇത്രയും ദൂരം വരേണ്ടതുകൊണ്ടും നമുക്ക് പിന്നെ അവിടെ നിന്ന് മാറാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുക, നിസ്സഹായ അവസ്ഥയിൽ നിന്നതുകൊണ്ടാണ് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നത്. സുജയ, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഈ മാഡം ഒറ്റയ്ക്കാണ് വാദിച്ചത് അല്ലേ? സ്വന്തമായ കാര്യങ്ങൾ തന്നെ പറയുകയായിരുന്നു? അതെ, സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. എനിക്ക് വക്കീൽ ഇല്ലായിരുന്നു. ഞാൻ തന്നെ ഓരോ പ്രാവശ്യവും അവിടെ ചെന്ന് കോടതി കാര്യങ്ങൾ ചോദിക്കുക, അടുത്ത പ്രാവശ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് കോടതിയിൽ ചോദിച്ച് അതിനനുസരിച്ച് ഞാൻ പഠിച്ച് തയ്യാറാക്കിയാണ് പോയി അവതരിപ്പിച്ചതും ക്രോസ് ചെയ്തതും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്ക് വേറൊരു ഒരു അവസരമില്ലായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു ടോയ്ലറ്റ് സംവിധാനമോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ മാനസികമായി വളരെ ബുദ്ധിമുട്ടി അല്ലേ? മാനസികമായും ശാരീരികമായും ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. അതാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്. സുജയ, പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 1,60,50,000 രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ഈ പയ്യോളിയിലെ പമ്പുടമയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു വിധി വന്നിരിക്കുന്നത്. ഏതായാലും ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു നിയമ പോരാട്ടം തന്നെയാണ്. കാരണം പെട്രോൾ പമ്പിൽ എന്നുള്ളത് ആ പമ്പ് അനുവദിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന നിർദ്ദേശമാണ്. പലയിടങ്ങളിലും ഈ ടോയ്ലറ്റ് സ്ഥാപിക്കാറുണ്ട്, പക്ഷേ പുറത്ത് പൂട്ടി ഈ താഴിട്ട് കിടക്കുന്നതാണ് പലയിടങ്ങളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാറുള്ളത്. അപ്പോൾ ജയകുമാരിക്ക് എല്ലാ അഭിനന്ദനങ്ങളും. കാരണം യാത്ര ചെയ്യുന്ന സ്ത്രീകൾ നേരിടുന്ന പൊതു ശുചിമുറികളില്ലാത്ത ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാകേണ്ട പമ്പിലെ ടോയ്ലറ്റ് തുറക്കാത്തതിനാണ്. ഇനിയിപ്പോൾ എന്തായാലും ആ പമ്പുടമ മാത്രമല്ല, എല്ലാ പമ്പുടമകളും ടോയ്ലറ്റ് പൂട്ടിയിടില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് ജയകുമാരി. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ഹെർ, അതുകൂടി പറഞ്ഞേക്കും പ്രവീൺ. തീർച്ചയായും. ഏതായാലും ഇത് വലിയൊരു പോരാട്ടം തന്നെയാണ്. എല്ലാ സ്ത്രീകൾക്കുമുള്ള അവർക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം തന്നെയായിരുന്നു അല്ലേ? മനസ്സിലൊരു സന്തോഷമുണ്ട് ഇപ്പോൾ. അതെ, ഇതെല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ളതാണ്. ഒരുപാട് സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കിത് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല, ടീച്ചർ ഇത് പ്രതികരിച്ചതിൽ, ഇങ്ങനെ ഒരു വിധി നേടിത്തന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ കൂടെയുള്ള അധ്യാപകരും ഒക്കെ പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയത്തിൽ ജയകുമാരി വളരെയധികം സംതൃപ്തിയാണ്. താങ്ക് യു പ്രവീൺ. അപ്പോൾ രാവിലെ 1,50,000 രൂപ നഷ്ടപരിഹാരവും. ഓക്കെ, അപ്പോൾ ഇത്രയും തുക നഷ്ടപരിഹാരവും കിട്ടിയിരിക്കുകയാണ്. ഒരു ടോയ്ലറ്റിന്റെ ഡോർ ഒന്ന് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ വാശി കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ പൊരുതുന്ന പെണ്ണുങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ജയകുമാരി.